നമ്മളൊരു കുഞ്ഞിനെ കാണാനായിട്ട് പോവുകയാണെങ്കിൽ ആരേലും ആ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാറുണ്ടോ? പൊതുവേ ഇല്ലല്ലേ. കാര്യം കുഞ്ഞിനെ കാണാനല്ലേ പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉറങ്ങി തൂങ്ങി ഈ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്ന അമ്മയെ കാണും. നമ്മൾ ബോധർ പോലും ചെയ്യാറില്ല. നേരെ ചെന്നിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ആദ്യം അറിയണം. പിന്നെ കുട്ടിക്ക് കളറുണ്ടോ, വെയിറ്റ് ഉണ്ടോ, കുട്ടി കാണാൻ ഭംഗിയുണ്ടോ, ഇതൊക്കെയാണ് അറിയേണ്ടത്. ഒരാളെങ്കിലും ആ അമ്മയോട് എങ്ങനെയുണ്ട്, ഉറക്കം കിട്ടുന്നുണ്ടോ, ഫുഡൊക്കെ കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ, ഇച്ചിരി ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് ശരിയാകും എന്ന് പറയാറുണ്ടോ? ആരും പറയാറില്ലല്ലേ. അവിടെ തുടങ്ങും നമ്മളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെ പറയുന്നത് പണ്ട് ആർക്കും ഡിപ്രഷനൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അങ്ങ് ഡിപ്രഷനാണ്. അതെ, പലർക്കും അറിയില്ല ഡിപ്രഷൻ എന്താണ്, അതിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത്. ഞങ്ങൾക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവർക്കും അറിയില്ല. ഡെലിവറി അങ്ങോട്ട് കഴിഞ്ഞവരിൽ കാണുന്ന അമിതമായിട്ടുള്ള വിശപ്പ്, അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യം, വെറുതെ ഇരുന്ന് കരയുന്നത്, ഒന്നിനും കൊള്ളില്ലെന്നുള്ള തോന്നൽ ഒക്കെ തന്നെ ഈ ഡിപ്രഷൻ്റെ ഭാഗമാണ്. കുറേയൊക്കെ ഫാമിലി സപ്പോർട്ട് ചെയ്താൽ മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ എങ്കിലും എല്ലാവരും പറയും, ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമല്ലേ, നിനക്ക് മാത്രം എന്തുവാണ് ഇത്രയും പ്രശ്നം എന്ന് ചോദിക്കും. അത് ചെയ്യാണ്ടിരിക്കുക. ഇനിയെങ്കിലും നിങ്ങളൊരു കുട്ടിയെ കാണാൻ പോവുകയാണെങ്കിൽ ആ അമ്മയോട് അറ്റ്ലീസ്റ്റ് എങ്ങനെയുണ്ട് ആരോഗ്യം എന്നെങ്കിലും തിരക്കുക.